അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു മാസത്തെക്കുറിച്ചല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെത്തുന്ന ഒരു മഹത്തായ സന്ദർശനത്തെക്കുറിച്ചാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആകാശം ഒരു വലിയ കാത്തിരിപ്പിലാണ്. കാലം അതിൻ്റെ കലണ്ടറിലെ വെറുമൊരു തീയതിയിലേക്ക് വിരൽ ചൂണ്ടുകയല്ല ചെയ്യുന്നത്, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ നാഥൻ തൻ്റെ സൃഷ്ടികളിലേക്ക് നടത്തുന്ന ഏറ്റവും മനോഹരമായ ഒരു ദിവ്യ സന്ദർശനത്തെ പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ കരുതുന്നത് ആകാശത്തിൻ്റെ കോണിൽ ആ നേർത്ത വെള്ളിനൂൽ കാണുമ്പോൾ മാത്രമാണ് റമദാൻ തുടങ്ങുന്നതെന്നാണ്. എന്നാൽ സത്യം അതല്ല. സ്വർണാഭമായ ആ ചന്ദ്രക്കല ആകാശത്ത് ഉദിക്കുന്നതിനും എത്രയോ മുൻപേ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ചക്രവാളത്തിൽ റമദാൻ ഉദിച്ചുയരേണ്ടതുണ്ട്. ഹൃദയത്തിൽ ഉദിക്കാത്ത റമദാൻ വെറും പട്ടിണിയുടെ പകലുകൾ മാത്രമാണ്. ജ്ഞാനത്തിൻ്റെ സമുദ്രമായ ശൈഖുൽ അക്ബർ ഇബ്നു അറബിയുടെ ആഴമേറിയ ദർശനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. റമദാൻ ഒരു മാസമല്ല, അതൊരവസ്ഥയാണ്. ആത്മാവിൻ്റെ തുരുമ്പ് കഴുകിക്കളയാനും അകത്തെ അഹന്തയുടെ ഭിത്തികൾ തകർക്കാനും അള്ളാഹു നമുക്ക് നൽകുന്ന സ്വർണ്ണ അവസരം. നമ്മുടെ നോമ്പുകളെ വെറും ആചാരങ്ങളിൽ നിന്ന് ആത്മീയ വിപ്ലവത്തിലേക്ക് എങ്ങനെ മാറ്റാം? ഇബ്നു അറബി വരച്ചു കാണിക്കുന്ന 7 ദിവ്യ സത്യങ്ങളിലൂടെ നമുക്ക് ഈ റമദാനിനെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രകാശപൂർണമായ അനുഭവമാക്കി മാറ്റാം. 1. ഹൃദയമാകുന്ന അതിഥി മന്ദിരം. നമുക്ക് ആദ്യത്തെ സത്യത്തിലേക്ക് കടക്കാം. ഇബ്നു അറബി റമദാനെ വിശേഷിപ്പിക്കുന്നത് കലണ്ടറിലെ 30 ദിവസങ്ങളായല്ല, മറിച്ച് നമ്മുടെ ഹൃദയവാതിലിൽ വന്നു നിൽക്കുന്ന ഏറ്റവും ആദരണീയനായ ഒരു അതിഥിയായാണ്. ചിന്തിച്ചു നോക്കൂ. ലോകത്ത് നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരാൾ നിങ്ങളുടെ വീട്ടിലേക്ക് വിരുന്നു വരുന്നു എന്ന് കരുതുക. നിങ്ങൾ എന്തൊക്കെ ചെയ്യും? ആ അലസതയോടെ തന്നെയാണോ നിങ്ങൾ അവരെ സ്വീകരിക്കുക? ഒരിക്കലുമല്ല. നിങ്ങൾ വീടിൻ്റെ മുക്കും മൂലയും തൂത്തുവാരി വൃത്തിയാക്കും. അഴുക്കുകളും ദുർഗന്ധം വമിക്കുന്ന വസ്തുക്കളും പുറത്തെറിയും. അതിഥിക്ക് ഇരിക്കാൻ ഏറ്റവും മനോഹരമായ ഇരിപ്പിടമൊരുക്കും. വീടിനുള്ളിൽ സമാധാനവും സുഗന്ധവും നിറയ്ക്കും. എന്നാൽ ആലോചിച്ചു നോക്കൂ. മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ റമദാൻ എന്ന സുൽത്താൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ വന്നു നിൽക്കുകയാണ്. ഈ മഹത്തായ അതിഥിയെ സ്വീകരിക്കാൻ നിങ്ങളുടെ ഹൃദയമാകുന്ന മന്ദിരം സജ്ജമാണോ? ഭൗതികമായ ഒരു വീടിനേക്കാൾ ആഴത്തിൽ നമ്മുടെ ആന്തരിക ലോകം ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. അതിനായി 2 കാര്യങ്ങൾ നാം അടിയന്തരമായി ചെയ്യേണ്ടതുണ്ട്. അസൂയയുടെ കളകൾ നീക്കുക. നിങ്ങളുടെ ഉള്ളിൽ മറ്റൊരാളോടുള്ള പകയോ അസൂയയോ ഉണ്ടെങ്കിൽ അവിടെ ദൈവീകമായ അനുഗ്രഹങ്ങൾ വന്നു നിറയുകയില്ല. കളകൾ നിറഞ്ഞ മണ്ണിൽ എത്ര നല്ല വിത്തിട്ടാലും അവിടെ പൂക്കൾ വിരിയുകയില്ല. അവ ശ്വാസം മുട്ടി ചത്തുപോകും. അതുകൊണ്ട് ഈ അതിഥിയെ വരവേൽക്കുന്നതിന് മുൻപ് മറ്റുള്ളവർക്ക് മാപ്പ് നൽകിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലെ അസൂയയുടെ വേരുകൾ പിഴുതെറിയുക. സ്നേഹത്തിൻ്റെ സുഗന്ധം അവിടെ പടരട്ടെ. അഹങ്കാരത്തിൻ്റെ ഭിത്തികൾ തകർക്കുക. പലപ്പോഴും നമ്മുടെ ഹൃദയവാതിൽ വളരെ ഇടുങ്ങിയതായിരിക്കും. ഞാൻ എന്ന അഹങ്കാരത്തിൻ്റെ വലിയ ഭിത്തികൾ ആ വാതിലിനെ മറച്ചിരിക്കുന്നു. വാതിൽ ഇടുങ്ങിയതാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ നാഥൻ നൽകുന്ന വലിയൊരു ആത്മീയ വെളിച്ചത്തിന് നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ കഴിയില്ല. അഹങ്കാരം കൊണ്ട് വീർപ്പിച്ച മനസ്സിനേക്കാൾ വിനയം കൊണ്ട് വിങ്ങുന്ന ഹൃദയത്തെയാണ് റമദാൻ പ്രണയിക്കുന്നത്. വിനയത്തിൻ്റെ വാതിലുകൾ വിശാലമായി തുറന്നിടുക. എങ്കിൽ മാത്രമേ ആ ദിവ്യപ്രകാശം നിങ്ങളുടെ ആത്മാവിൻ്റെ ഓരോ കോണിലും എത്തിച്ചേരുകയുള്ളൂ. 2. വിശപ്പ് എന്നത് അഹന്തയുടെ കോട്ടകൾ തകർക്കുന്ന ആയുധം. നമ്മളിൽ പലരും നോമ്പിനെ കാണുന്നത് വെറും പട്ടിണിയായിട്ടാണ്. സൂര്യോദയം മുതൽ അസ്തമയം വരെ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു ശാരീരിക വ്യായാമം മാത്രമായി അത് ചുരുങ്ങിപ്പോകുന്നു. എന്നാൽ ജ്ഞാനത്തിൻ്റെ കടലായ ശൈഖുൽ അക്ബർ ഇബ്നു അറബി നമ്മെ തിരുത്തുന്നു. അദ്ദേഹം പറയുന്നു, വിശപ്പ് എന്നത് ശരീരത്തിനുള്ള ശിക്ഷയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ അഹന്ത എന്ന ശത്രുവിൻ്റെ കോട്ടകൾ തകർക്കാൻ അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും മൂർച്ചയുള്ള ആയുധമാണ്. ഒരു മതയാനയെ സങ്കൽപ്പിക്കുക. അതിനിഷ്ടം പോലെ ആഹാരവും വെള്ളവും ലഭിക്കുമ്പോൾ അത് ആരെയും വകവയ്ക്കാതെ സർവ്വതും തകർത്ത് മുന്നേറും. അതിനെ മെരിക്കാൻ പാപ്പാൻ ഉപയോഗിക്കുന്ന പ്രധാന മാർഗങ്ങളിലൊന്ന് അതിൻ്റെ ആഹാരത്തിൽ നിയന്ത്രണം വരുത്തുകയാണ്. വിശപ്പ് ആനയുടെ ശാരീരിക കരുത്തിനെ തളർത്തുമെങ്കിലും അതിൻ്റെ അക്രമാസക്തമായ സ്വഭാവത്തെ അത് ശാന്തമാക്കുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ അഹന്തയും. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഞാൻ എന്ന അഹങ്കാരത്തിന് ഭക്ഷണം നൽകുന്നത് നമ്മുടെ ആഗ്രഹങ്ങളാണ്. ആഹാരം തടയപ്പെടുമ്പോൾ, വെള്ളം നിഷേധിക്കപ്പെടുമ്പോൾ, ആഡംബരങ്ങൾ ഇല്ലാതാകുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ അഹങ്കാരി പരിഭ്രാന്തനാകാൻ തുടങ്ങുന്നു. ഒരു തുള്ളി വെള്ളത്തിന് മുന്നിൽ താൻ എത്ര നിസ്സാരനാണെന്നും
ഒരു കഷ്ണം അപ്പത്തിനു മുന്നിൽ താൻ എത്ര ദുർബലനാണെന്നും മനുഷ്യൻ തിരിച്ചറിയുന്ന ധന്യമായ നിമിഷമാണത്. നോമ്പെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടോ? എങ്കിൽ ഓർക്കുക, നിങ്ങളുടെ ശരീരം പുറമേ പട്ടിണി കിടക്കുമ്പോഴും ഉള്ളിൽ നിങ്ങളുടെ അഹന്ത ദേഷ്യമെന്ന വിഭവം ആസ്വദിച്ച് വിരുന്നുണ്ണുകയാണ്. ശരീരം തളരുമ്പോൾ മനസ്സ് ജ്വലിക്കുന്നുണ്ടെങ്കിൽ അത് നോമ്പിൻ്റെ പരാജയമാണ്. യഥാർത്ഥ നോമ്പുകാരൻ്റെ വിശപ്പ് അവനെ കൂടുതൽ വിനീതനാക്കും, അവൻ്റെ വാക്കുകളെ കൂടുതൽ മധുരമുള്ളതാക്കും. ആത്മാവിൻ്റെ ഉണർവ്. വയറ് നിറഞ്ഞിരിക്കുമ്പോൾ ആത്മാവ് ഉറങ്ങുന്നു എന്നാണ് സൂഫി ദർശനം. എന്നാൽ വയറ് ശൂന്യമാകുമ്പോൾ ആത്മാവ് ഉണർന്ന് പാടാൻ തുടങ്ങുന്നു. ആ വിശപ്പിലൂടെയാണ് നാം നമ്മുടെ സൃഷ്ടാവിലേക്ക് പാലം പണിയുന്നത്. ആ ദാഹത്തിലൂടെയാണ് നാം പരമമായ സത്യത്തിൻ്റെ ഉറവിടം തേടുന്നത്. അതുകൊണ്ട് ഈ റമദാനിൽ വിശപ്പിനെ വെറുക്കരുത്. പകരം നിങ്ങളുടെ ഉള്ളിലെ അഹന്തയെ ഇല്ലാതാക്കാൻ അള്ളാഹു തന്ന ദിവ്യമായ ഔഷധമായി അതിനെ നെഞ്ചോട് ചേർക്കുക. 3. സാന്നിധ്യം. സമയത്തിൻ്റെ അത്ഭുതകരമായ വികാസം. റമദാൻ വന്നതും പോയതും അറിഞ്ഞില്ല. സമയം എത്ര വേഗമാണ് ഓടിത്തീരുന്നത് എന്ന് ഓരോ പെരുന്നാൾ രാവിലും നമ്മൾ ആവർത്തിക്കുന്ന സ്ഥിരം പരാതിയാണിത്. എന്നാൽ സത്യത്തിൽ സമയം വേഗത്തിൽ ഓടുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ വിശുദ്ധമായ നിമിഷങ്ങളിൽ നാം ഉണർന്നിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് മറ്റെവിടെയോ ആയിരിക്കുമ്പോൾ ആ സമയത്തിൻ്റെ അനുഗ്രഹം നമുക്ക് നഷ്ടമാകുന്നു. ഇബ്ൻ അറബിയുടെ ദർശനപ്രകാരം ഇബ്നുൽ വഖ്ത് ആകുക എന്നതാണ് പ്രധാനം. അതായത് ഓരോ നിമിഷവും അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുക. പള്ളിയിലെ അസാന്നിധ്യം. നിങ്ങൾ പള്ളിയിൽ ഇരിക്കുകയായിരിക്കാം, നിങ്ങളുടെ നെറ്റി സുജൂദിലായിരിക്കാം, എന്നാൽ നിങ്ങളുടെ മനസ്സ് കച്ചവടത്തിലോ വരാനിരിക്കുന്ന കടബാധ്യതകളിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ആണെങ്കിൽ നിങ്ങൾ ആ നിമിഷത്തെ വഞ്ചിച്ചിരിക്കുന്നു. ശരീരം പള്ളിയിലുണ്ടാകുന്നത് ഒരടയാളം മാത്രമാണ്. നിങ്ങളുടെ ആത്മാവ് പള്ളിയിലുണ്ടാകുക എന്നതാണ് പ്രധാനം. അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിലിരിക്കുമ്പോൾ ലോകത്തെ പുറത്തു നിർത്താൻ കഴിയുന്നിടത്താണ് സമയത്തിന് ദൈർഘ്യം കൂടുന്നത്. ഖുർആനിലെ വെളിച്ചം, ദ ഇന്നർ ലൈറ്റ്. ഖുർആൻ ഓതി തീർക്കാനുള്ളൊരു മത്സരമല്ല റമദാൻ. എത്ര വട്ടം ഖുർആൻ ഖത്തം തീർത്തു എന്നതിനേക്കാൾ ഖുർആൻ നിങ്ങളിൽ എത്രമാത്രം മാറ്റമുണ്ടാക്കി എന്നതിലാണ് കാര്യം. അർത്ഥമറിയാതെ ഓടിത്തീരുന്ന 1000 അക്ഷരങ്ങളെക്കാൾ ഹൃദയത്തിൽ തൊടുന്ന ഒരു വചനം മതി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ. ആ ഒരു വരിയിൽ തട്ടി നിങ്ങളുടെ കണ്ണൊന്ന് നനയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയം വിറയ്ക്കുന്നുണ്ടെങ്കിൽ, അവിടെയാണ് റമദാനിൻ്റെ നൂർ അഥവാ പ്രകാശമുദിക്കുന്നത്. ആ ഒറ്റ നിമിഷം 1000 മാസങ്ങളെക്കാൾ ഉത്തമമായി മാറുന്നു. നിമിഷങ്ങളുടെ ആഴം. സമയം അളക്കേണ്ടത് മിനിറ്റുകൾ കൊണ്ടല്ല, മറിച്ച് ആ നിമിഷങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച അള്ളാഹുവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. ബോധപൂർവമായ ഓരോ ശ്വാസവും ഓരോ തസ്ബീഹാണ്. ഓരോ നിമിഷവും അള്ളാഹുവിൻ്റേതാണെന്ന തിരിച്ചറിവോടെ ജീവിക്കുമ്പോൾ റമദാൻ നിങ്ങളിൽ നിന്ന് വേഗത്തിൽ ഒഴിഞ്ഞു പോകില്ല, പകരം അത് നിങ്ങളിൽ അലിഞ്ഞു ചേരും. 4. തുറക്കപ്പെട്ട വാതിലിലൂടെ ഒരു ചുവട്. റമദാൻ സമാഗതമാകുമ്പോൾ പ്രപഞ്ചത്തിലൊരു വലിയ മാറ്റം സംഭവിക്കുന്നു. സ്വർഗവാതിലുകൾ മലർക്കെ തുറക്കപ്പെടുന്നു. എന്നാൽ ഒരു വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം നാം അകത്തെത്തി എന്നർത്ഥമില്ല. ആ തുറക്കപ്പെട്ട വാതിൽ കേവലം ഒരു ക്ഷണം അഥവാ ഇൻവിറ്റേഷൻ മാത്രമാണ്. ആ ക്ഷണം സ്വീകരിച്ച് അകത്തേക്ക് നടന്നു കയറേണ്ടത് നിങ്ങളാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ പെരുമഴ പെയ്യുന്ന ഒരു കാലമാണിത്. ആകാശം കറുത്തിരുണ്ട് മനോഹരമായ മഴ പെയ്യുന്നു എന്ന് കരുതുക. ഈ മഴ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. എന്നാൽ ഒരാൾ തൻ്റെ പാത്രം കമഴ്ത്തി വെച്ചിരിക്കുകയാണെങ്കിൽ ആ മഴവെള്ളം ഒരിക്കലും ആ പാത്രത്തിൽ നിറയില്ല. മഴയ്ക്ക് പാത്രത്തെ നിർബന്ധപൂർവം നിവർത്താൻ കഴിയില്ല. ഇവിടെ മഴ റമളാനിലെ അനുഗ്രഹമാണ്, പാത്രം നിങ്ങളുടെ ഹൃദയവും. ആ ഹൃദയത്തെ അള്ളാഹുവിന് നേരെ നിവർത്തി വയ്ക്കുക എന്ന ആദ്യത്തെ ചുവട് നിങ്ങൾ തന്നെ നടത്തണം. പലരും റമളാനിൽ പ്രാർത്ഥിക്കുന്നു, എൻ്റെ പാപങ്ങൾ പൊറുക്കണേ, എന്നെ മാറ്റണേ എന്ന്. പക്ഷെ പഴയ തെറ്റായ കൂട്ടുകെട്ടുകളും സ്വഭാവങ്ങളും തുടരുകയാണെങ്കിൽ നമ്മൾ ആ തുറന്ന വാതിലിന് പുറത്ത് തന്നെയാണ് നിൽക്കുന്നത്. പലരും കരുതുന്നത് റമളാൻ ഒരു ലിഫ്റ്റ് പോലെയാണെന്നാണ്. അതിൽ വെറുതെ കയറി നിന്നാൽ അത് നമ്മളെ തനിയെ മുകളിലെത്തിക്കുമെന്ന്. എന്നാൽ സത്യം അതല്ല. റമളാൻ എന്നത് ആത്മീയമായ ഒരു ഗോവണിയാണ്, ലാഡർ. ഓരോ പടവും നിങ്ങൾ അധ്വാനിച്ച് തന്നെ കയറണം. ഓരോ സുജൂദും ഓരോ സ്വതക്കയും ഓരോ തസ്ബീഹും ആ ഗോവണിയിലെ ഓരോ പടവുകളാണ്. നിങ്ങൾ വയ്ക്കുന്ന ഓരോ ചുവടും നിങ്ങളെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. ക്ഷണക്കത്ത് സ്വീകരിക്കുക. രാജാധിരാജനായ തമ്പുരാൻ തൻ്റെ കൊട്ടാരവാതിൽ നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കുകയാണ്. അവിടെ വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ വാതിൽക്കൽ വന്ന് നിൽക്കാനെങ്കിലും നിങ്ങൾ തയ്യാറാകണം. അലസതയുടെ പുതപ്പ് മാറ്റിയെറിയാതെ ആർക്കും ആ സുവർണ വാതിലിലൂടെ പ്രവേശിക്കാൻ കഴിയില്ല. ഒരു ചുവടിൻ്റെ ദൂരം. അള്ളാഹു നമ്മളിലേക്ക് 10 അടി അടുക്കണമെങ്കിൽ നമ്മൾ അവനിലേക്ക് 1 അടിയെങ്കിലും വെക്കണം.
ഈ റമലാനിൽ ആ തുറക്കപ്പെട്ട വാതിലിലേക്ക് ധൈര്യപൂർവ്വം ഒരു ചുവട് വയ്ക്കുക. ആ ചുവട് നിങ്ങളെ എത്തിക്കുന്നത് സ്വർഗത്തിലേക്കല്ല, മറിച്ച് സ്വർഗത്തിൻ്റെ നാഥനിലേക്കാണ്. ആത്മാവിൻ്റെ കണ്ണാടി, യാഥാർത്ഥ്യങ്ങളുമായുള്ള സമാഗമം. നമ്മളിൽ പലരും കരുതുന്നത് റമദാൻ നമ്മുടെ കുറവുകളെ മറച്ചു പിടിക്കാനുള്ള ഒരു പുതപ്പാണെന്നാണ്. എന്നാൽ സത്യമതല്ല. റമദാൻ നമ്മുടെ ആത്മാവിനെ തുറന്നു കാണിക്കുന്ന ഒരു തെളിനീർ കണ്ണാടിയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് നമ്മെ തന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു ദിവ്യ ദർശനം. തെളിഞ്ഞ വെള്ളമുള്ള ഒരു കുളം സങ്കല്പിക്കുക. അതിൻ്റെ ഉപരിതലം വളരെ ശാന്തമാണ്. എന്നാൽ അതിൻ്റെ അടിത്തട്ടിൽ വർഷങ്ങളായി അടിഞ്ഞുകൂടിയ ചെളിയുണ്ട്. ആരെങ്കിലും ഒരു കോലിട്ട് ആ വെള്ളം ഇളക്കിയാൽ അടിയിലെ ചെളി മുകളിലേക്ക് വരികയും വെള്ളം കലങ്ങുകയും ചെയ്യും. ആ കോൽ ഒരിക്കലും ചെളിയെ പുതുതായി നിർമ്മിച്ചതല്ല, മറിച്ച് അവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ചെളിയെ വെളിവാക്കിയതാണ്. അതുപോലെയാണ് നമ്മുടെ ഉള്ളും. ആഹാരവും ആഡംബരങ്ങളും കൊണ്ട് നമ്മൾ ആ കുളത്തെ ശാന്തമാക്കി വെച്ചിരിക്കുകയാണ്. പരീക്ഷണത്തിൻ്റെ നിമിഷങ്ങൾ, റമലാനിലെ വിശപ്പും തളർച്ചയും ഉറക്കമില്ലായ്മയും നിങ്ങളുടെ ഉള്ളിലെ ആ ശാന്തതയെ ഒന്നിളക്കുന്നു. ആ നിമിഷം നിങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് എന്താണ്? ദേഷ്യമാണോ? അക്ഷമയാണോ? അതോ മറ്റുള്ളവരോടുള്ള വെറുപ്പാണോ? എങ്കിൽ തിരിച്ചറിയുക, അതാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം. പലരും പറയും, എനിക്ക് വിശപ്പുള്ളതുകൊണ്ടാണ് ദേഷ്യം വരുന്നത് എന്ന്. എന്നാൽ ഇബ്നു അറബി പറയും, അല്ല, നിന്റെ ഉള്ളിൽ ദേഷ്യമുള്ളതുകൊണ്ടാണ് അത് വിശപ്പിലൂടെ പുറത്തു വരുന്നത്. ഈ തിരിച്ചറിവ് ഒരു വലിയ അനുഗ്രഹമാണ്. കാരണം രോഗം തിരിച്ചറിഞ്ഞാലേ ചികിത്സിക്കാൻ കഴിയൂ. റമദാൻ എന്ന കണ്ണാടിയിൽ സ്വന്തം ദൗർബല്യങ്ങൾ കണ്ട് വിതുമ്പുന്ന ആത്മാവിനോട് അള്ളാഹു കൂടുതൽ അടുക്കുന്നു. സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ കാട്ടുന്ന മാന്യതയല്ല, മറിച്ച് വിശന്ന് തളർന്നിരിക്കുമ്പോൾ നിങ്ങൾ കാട്ടുന്ന ക്ഷമയാണ് നിങ്ങളുടെ ആത്മീയതയുടെ അളവുകോൽ. കുറവുകളെ പ്രണയിക്കുക. കണ്ണാടിയിൽ അഴുക്ക് കാണുമ്പോൾ നമ്മൾ കണ്ണാടിയെയല്ല തകർക്കാറുള്ളത്, മറിച്ച് നമ്മുടെ മുഖത്തെ അഴുക്കാണ് കഴുകിക്കളയാറുള്ളത്. റമളാൻ നിങ്ങളുടെ ഉള്ളിലെ ചെളി പുറത്തു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട, അതൊരു അനുഗ്രഹമാണ്. കാരണം പുറത്തു വന്ന അഴുക്കിനെ മാത്രമേ നമുക്ക് കഴുകിക്കളയാൻ കഴിയൂ. നിങ്ങളുടെ ബലഹീനതകളെ നേരിട്ട് കാണാൻ റമളാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു. അഹങ്കാരം, അസൂയ, സ്വാർത്ഥത ഇവയൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന ആ കണ്ണാടി കാണിച്ചു തരുമ്പോൾ വിനയത്തിൻ്റെ തീർത്ഥം ഉപയോഗിച്ച് അവ കഴുകി വൃത്തിയാക്കുക. ആ കണ്ണാടി തെളിയുമ്പോഴാണ് അതിൽ അള്ളാഹുവിൻ്റെ പ്രകാശം പ്രതിഫലിച്ചു തുടങ്ങുന്നത്. 6. ഹൃദയത്തിൻ്റെ വ്രതം, ആത്മീയതയുടെ സിംഹാസനം. നോമ്പ് എന്നത് കേവലം വയറിൻ്റെയും തൊണ്ടയുടെയും മാത്രം കാര്യമാണെന്ന് കരുതുന്നവർക്ക് തെറ്റി. ശരീരം നോമ്പെടുക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് പ്രാധാന്യമുണ്ട് ഹൃദയം നോമ്പെടുക്കുന്നതിന്. ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി ഹൃദയത്തെ കാണുന്നത് ഒരു രാജാവായാണ്. ഒരു രാജ്യത്തെ രാജാവ് എങ്ങനെയാണോ അതുപോലെയായിരിക്കും അവിടുത്തെ സൈന്യവും പ്രജകളും. ഹൃദയമാകുന്ന രാജാവ് വിശുദ്ധനാണെങ്കിൽ മാത്രമേ കണ്ണ്, നാവ്, കൈകാലുകൾ തുടങ്ങിയ അവയവങ്ങളാകുന്ന സൈന്യം നന്മയുടെ പാതയിൽ സഞ്ചരിക്കൂ. രാജാവ് അഴിമതിക്കാരനായാൽ സൈന്യം വഴിതെറ്റും. അതുകൊണ്ട് നിങ്ങളുടെ ആന്തരിക ലോകത്തെ ഈ രാജാവിനെയാണ് ആദ്യം നോമ്പ് ശീലിപ്പിക്കേണ്ടത്. നാവിൻ്റെ വ്രതം, ദ ഫാസ്റ്റ് ഓഫ് സൈലൻസ്. നാവ് നോമ്പെടുക്കുന്നത് ഭക്ഷണം ഉപേക്ഷിക്കുമ്പോൾ മാത്രമല്ല, മറിച്ച് അനാവശ്യ വാക്കുകൾ ഉപേക്ഷിക്കുമ്പോഴാണ്. പരദൂഷണവും കളവും പരിഹാസവും കലരാത്ത മൗനം ഒരു വലിയ ആരാധനയാണ്. ഇബ്നു അറബിയുടെ ഭാഷയിൽ മൗനം എന്നത് കേവലം മിണ്ടാതിരിക്കലല്ല, മറിച്ച് ഹൃദയം കൊണ്ട് അള്ളാഹുവിനോട് സംസാരിക്കലാണ്. മറ്റൊരാളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് നിങ്ങളുടെ നാവിൽ നിന്ന് പുറത്തുപോയാൽ അന്ന് നിങ്ങളുടെ വയർ നോമ്പിലായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ആത്മാവ് വ്രതത്തിലല്ല. ചിന്തയുടെ വ്രതം, ഫാസ്റ്റ് ഓഫ് ദ മൈൻഡ്. മറ്റുള്ളവരെ വിധിക്കാത്ത, ആരെയും മോശമായി കാണാത്ത ഒരു മനസ്സ് രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ് ചിന്തയുടെ വ്രതം. നമ്മുടെ ഉള്ളിലുയരുന്ന ഓരോ ചിന്തയെയും വിചാരണ ചെയ്യുക. മറ്റൊരാളുടെ കുറവുകൾ തിരയുന്ന കണ്ണ് നോമ്പുകാരൻ്റേതല്ല. എല്ലാവരിലും സ്രഷ്ടാവിൻ്റെ സ്പർശം കാണാൻ ശ്രമിക്കുമ്പോൾ ചിന്തകൾ ശുദ്ധമാകുന്നു. സ്നേഹത്തിൻ്റെ വ്രതം. ഹൃദയം നോമ്പെടുക്കുമ്പോൾ അവിടെ വെറുപ്പിനും വിദ്വേഷത്തിനും സ്ഥാനമില്ല. ലോകത്തെ മുഴുവൻ സ്നേഹത്തോടെ നോക്കാൻ കഴിയുന്ന ഒരു വിസ്തൃതിയിലേക്ക് ഹൃദയം വളരണം. രാജാവായ ഹൃദയം കരുണയുള്ളവനാകുമ്പോൾ നിങ്ങളുടെ ഓരോ സ്പർശനവും ഓരോ നോട്ടവും ഇബാദത്തായി മാറും. സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ലക്ഷക്കണക്കിന് ചിപ്പികളുണ്ട്. എന്നാൽ എല്ലാ ചിപ്പികൾക്കും ഉള്ളിൽ മുത്തുകൾ ജനിക്കാറില്ല. ഒരു പ്രത്യേക നക്ഷത്രം ഉദിച്ചു നിൽക്കുന്ന ശുഭമുഹൂർത്തത്തിൽ പെയ്യുന്ന മഴത്തുള്ളികളെ സ്വീകരിക്കാൻ ഏത് ചിപ്പിയാണോ കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉപരിതലത്തിലേക്ക് വന്ന് തൻ്റെ വാവട്ടം തുറന്നു പിടിക്കുന്നത്, ആ ചിപ്പിയിൽ വീഴുന്ന മഴത്തുള്ളി മാത്രമാണ് കാലാന്തരത്തിൽ വിലമതിക്കാനാവാത്ത മുത്തായി മാറുന്നത്. റമളാൻ എന്നത് അത്തരമൊരു ആത്മീയ മഴയാണ്.
അതെല്ലാവർക്കും വേണ്ടി പെയ്യുന്നുണ്ട്. ലോകത്തെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യരിലേക്ക് ആ കാരുണ്യത്തിൻ്റെ മഴത്തുള്ളികൾ പതിക്കുന്നുണ്ട്. എന്നാൽ എല്ലാവരിലും അത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഹൃദയം തുറന്നു പിടിക്കുക. ആ മഴ പെയ്യുമ്പോൾ അഹങ്കാരത്തിൻ്റെയോ അശ്രദ്ധയുടെയോ തോടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നവർക്ക് ആ മാറ്റം അനുഭവിക്കാൻ കഴിയില്ല. വിനയത്തോടെയും പ്രാർത്ഥനയോടെയും ആരാണോ തൻ്റെ ഹൃദയമാകുന്ന ചിപ്പിയെ സൃഷ്ടാവിലേക്ക് തുറന്നു പിടിക്കുന്നത്, അവരിലാണ് റമദാൻ ഒരു മുത്തായി മാറുന്നത്. ആത്മീയമായ പരിവർത്തനം എന്നത് ആകാശത്ത് നിന്ന് വീഴുന്ന അനുഗ്രഹവും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്വീകാര്യതയും തമ്മിലുള്ള സമാഗമമാണ്. അപൂർവമായ അവസരം. ചിപ്പികൾക്ക് ലഭിക്കുന്ന ആ നിമിഷം പോലെയാണ് റമദാൻ. അത് കടന്നുപോയാൽ പിന്നെ ഒരു നീണ്ട കാത്തിരിപ്പാണ്. ഈ 30 ദിവസങ്ങളിൽ പെയ്യുന്ന ഓരോ നിമിഷവും ഓരോ മഴത്തുള്ളിയാണ്. പടച്ചവനെ, ഞാനിതാ നിനക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഹൃദയങ്ങളിലേക്ക് ആ തുള്ളികൾ വീഴുമ്പോൾ അത് വെറും വെള്ളമല്ല, അത് വെളിച്ചമാണ്. ആത്മീയ മുദ്ര. റമദാൻ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഉള്ളിൽ ആ മാറ്റത്തിൻ്റെ മുത്ത് രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. സഹനത്തിൻ്റെ, ക്ഷമയുടെ, സ്നേഹത്തിൻ്റെ ആ മുത്ത് നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു മൂല്യം നൽകുന്നു. ആഴക്കടലിലെ ഇരുട്ടിലും തിളങ്ങുന്ന മുത്തുപോലെ ദുനിയാവിൻ്റെ ഇരുട്ടിലും നിങ്ങളുടെ ആത്മാവ് പ്രകാശിക്കാൻ ആ ഒരൊറ്റ മഴത്തുള്ളി മതിയാകും. റമദാൻ 2026. അത് നമ്മുടെ കലണ്ടറിലെ വെറുമൊരു ഉറപ്പല്ല, മറിച്ച് പ്രപഞ്ചനാഥൻ്റെ സന്നിധിയിൽ നിന്നും നിങ്ങളുടെ പേരെഴുതി അയച്ച ഒരു ദിവ്യമായ ക്ഷണക്കത്താണ്. ശ്വാസം നിലച്ചു പോകാത്ത ഏതൊരു നിമിഷവും അവൻ്റെ കാരുണ്യമാണെന്നിരിക്കെ നമ്മുടെ ആയുസ്സിലെ അവസാനത്തെ റമദാൻ ഇതാണെന്ന തിരിച്ചറിവോടെ നമുക്കിതിനെ നെഞ്ചോട് ചേർക്കാം. ഓർക്കുക, വ്രതാനുഷ്ഠാനത്തിൻ്റെ ഈ 30 ദിനരാത്രങ്ങൾ അവസാനിക്കുമ്പോൾ നമ്മുടെ വാക്കുകളിൽ അല്പം കൂടി കരുണയുടെ മധുരം കലർന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ അല്പം കൂടി വിനയത്തിൻ്റെ നനവ് പടർന്നിട്ടുണ്ടെങ്കിൽ, വീണുടഞ്ഞു പോകുമായിരുന്ന ഒരു ബന്ധത്തെയെങ്കിലും സ്നേഹം കൊണ്ട് നമുക്ക് കൂട്ടിയിണക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ വിജയിച്ചിരിക്കുന്നു. ആ ചന്ദ്രക്കല ഇപ്പോൾ ആകാശത്തല്ല, നിങ്ങളുടെ ആത്മാവിലാണ് ഉദിച്ചുയരേണ്ടത്. നിങ്ങളിൽ വിരിയുന്ന ആ വെളിച്ചം ലോകത്തിന് മുഴുവൻ ശാന്തിയാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.